നമസ്കാരം, ബിബലാണ്. അപ്പോൾ ഇന്നത്തെ കാര്യം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് RCCയിൽ ഞാൻ കുറച്ചാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ആ ക്യാൻസർ സെൻ്ററിൽ വർക്ക് ചെയ്ത കാര്യം പറഞ്ഞായിരുന്നു. പേര് ഞങ്ങൾക്ക് മെൻഷൻ ചെയ്തില്ല. പക്ഷേ ഇത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒന്ന് രണ്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. RCC ഞാൻ ഒരു 5 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ RCCയിലെ ക്യാൻസറിൻ്റെ ഒരുവിധപ്പെട്ട ഏരിയാസിലെല്ലാം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ചുണ്ടായ ഒരു പേഷ്യൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. പേഷ്യൻ്റെ പേര് ജയചന്ദ്രനാണ്. അപ്പോൾ പ്രൈവസി കീപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ശകലം പേര് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാനവിടെ ചെന്ന് ജനറൽ വാർഡിൽ, അപ്പം ഞാനവിടെ RCCയിൽ ജോയിൻ ചെയ്താലും ഞാൻ ശ്രീചിത്രയുടെ PBNC കാർഡിയോതൊറാസിക് നഴ്സിംഗ് ഇപ്പോൾ കഴിഞ്ഞതിന് ശേഷം ആണ് എനിക്ക് അത് കഴിഞ്ഞിട്ട് RVSൽ വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് RCC കിട്ടുന്നത്. അപ്പോൾ ഞാൻ RCCയിൽ ജോയിൻ ചെയ്ത് ചെന്നപ്പോഴത്തേക്ക് അത് സിസ്റ്റർ വിജയ പുതുശ്ശേരിയിലാണ് നഴ്സിംഗ് സൂപ്രണ്ട്. അപ്പോൾ വിജയ പുതുശ്ശേരി എന്നോട് പറഞ്ഞു, നിനക്ക് വല്ല എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ക്ലിനിക്ക് വർക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നീ ഒരു കാര്യം 4 നിലയിലോട്ട് പൊക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചീനെ എനിക്ക് കൂട്ടി തന്നു വിട്ടു. ഞാൻ നേരെ 4 നിലയിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ജനറൽ വാർഡ് എന്നൊരു വാർഡാണ്. ഒരു കടൽ പോലെ കുറേ പേഷ്യൻസ്, ആ സൈഡിൽ കുറേ പേഷ്യൻസ് 3 റോ ആയിട്ട്, ഈ സൈഡിൽ 2 റോ ആയിട്ട് ഇവിടെ കുറേ പേഷ്യൻസ് ഇങ്ങനെ കിടക്കുക. അവിടെയുള്ള മുഴുവൻ യൂണിറ്റിൻ്റെയും പേഷ്യൻ്റ് ഉണ്ട്. സർജറി ഉണ്ട്, മെഡിസിൻ ഉണ്ട്, മെഡിക്കൽ ഓങ്കോളജി ഉണ്ട്, സർജിക്കൽ ഓങ്കോളജി ഉണ്ട്, റേഡിയേഷൻ ഓങ്കോളജി ഉണ്ട്. അങ്ങനെ എല്ലാ ഓങ്കോളജിയും ഇവിടെ കിടപ്പുണ്ട്. പാലിയേറ്റീവ് സർവീസ് മാത്രമില്ല. അപ്പോൾ അങ്ങനെ ഞാനവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തൊരു ഞാൻ പറഞ്ഞു ജയേന്ദ്രൻ. അപ്പോൾ ഈ പേഷ്യൻ്റ് പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ ജയേന്ദ്രനോട് ചോദിച്ചു, നീ എങ്ങനെയാണ് അവിടെ എത്തിയത്, നിനക്ക് എങ്ങനെയാണ് ഈ അസുഖം തുടങ്ങിയതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, കല്യാണമൊക്കെ കഴിച്ചിട്ട് ഭാര്യയ്ക്ക് ഒരു 3 മാസമായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് കടലയ്ക്കൊരു കഴുത്തിൻ്റെ അവിടെ ഒരു മുഴ പോലെ വന്നു. അപ്പോൾ ഈ മുഴ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അവിടെ കുറച്ചാൾ മാറാത്ത കാരണം ലോക്കലിൽ കൊണ്ടുപോയി. ചില ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തൊന്നും വർക്ക് ചെയ്യത്തില്ല. അത് കാരണം എന്ത് ചെയ്തു, അത് കാരണം കൊണ്ടുപോയി പിന്നെ ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അപ്പോൾ അവന് ബയോപ്സി ചെയ്യാൻ പറഞ്ഞു. ബയോപ്സി കണ്ടിട്ട് ലിംഫോമയാന്ന് പറഞ്ഞ് നേരെ RCCയിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ RCC വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളി കീമോ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയുക. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് ഇൻവെസ്റ്റിഗേഷനിലൊക്കെ വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. അപ്പോൾ കീമോയാണ് കൊടുത്തത്. അപ്പോൾ എനിക്ക് കീമോയെ പറ്റി എനിക്ക് നല്ല ഓർമ്മയില്ല എന്താ കിട്ടിയെന്നുള്ളത്. പക്ഷേ ആദ്യത്തെ കീമോ കഴിഞ്ഞപ്പോൾ തന്നെ ഈ പുള്ളി സിക്കായി. അപ്പം ഈ RCCയിലേക്ക് പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RCCയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RCCയിൽ ഈ സപ്പോർട്ടില്ല, അതായത് ഡയറ്ററി സപ്പോർട്ടില്ല. നമ്മൾ കീമോ കൊടുത്തു വിടും. കീമോ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ന്യൂട്രോപ്പീനിയ അടിക്കും. അപ്പോൾ ന്യൂട്രോപ്പീനിയ അടിച്ച് കഴിയുമ്പം എന്തോ സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ന്യൂട്രോപ്പീനിയ ഫോളോ അപ്പ് സാധാരണ ഞാൻ ഈ വെസ്റ്റേൺ സെറ്റപ്പിൽ അത് കഴിഞ്ഞുണ്ടായിരുന്നു. കാരണം അവിടെ ഒരു 10-15 വർഷത്തോളം ഞാൻ വെസ്റ്റേൺ സെറ്റപ്പിൽ അവരുടെ ഈ പ്രോമിനൻ്റ് ആയിട്ടുള്ള 1-2 ഹോസ്പിറ്റലുകളിൽ ഹെമറ്റോളജി ഓങ്കോളജി യൂണിറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊഫസർ ഓവൻ സ്മിത്ത്, അതുപോലെ തന്നെ ഡോക്ടർ യങ്ക സുമാർക്കി, അതുപോലെ തന്നെ ഡോക്ടർ ജെയിൻ പിയേഴ്സ്, ഡോക്ടർ മൈക്കിൾ കാപ്ര, അതുപോലെ തന്നെ ഡോക്ടർ മോഹൻ മക്മോഹൻ, അതുപോലെ തന്നെ ഡോക്ടർ ഹസൻ മൊലാവി, ഇങ്ങനെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ലോകത്തിലെ എണ്ണം പറഞ്ഞ ലീഡിങ് ഓങ്കോളജിസ്റ്റുകളുടെ ഹെമറ്റോളജിസ്റ്റുകളും വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊഫസർ ഓവൻ സ്മിത്തിൻ്റെ ഒക്കെ പേര് ചുമ്മാ ഗൂഗിളിൽ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഡോക്ടർ എൻകസ് മാർക്കിയുടെയൊക്കെ പേരങ്ങ് അടിച്ചു കൊടുത്താൽ മതി. യൂറോപ്പിലെ തന്നെ എണ്ണം പറഞ്ഞ കൺസൾട്ടൻ്റാണ് അവരൊക്കെ. അവരുടെയൊക്കെ മാനേജ്മെൻറ്റും അവരുടെയൊക്കെ പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലാസ്സാണ്. അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണ്. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയൊരു വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ RCCയിലാണ് ബേസിക്കലി എൻ്റെ സോഴ്സ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് ഈ ഡയറ്ററി സപ്പോർട്ടില്ല ഒന്ന്. അതായത് നമുക്ക് ഇവർക്ക് പേഷ്യൻറ്റിന് കീമോ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ ഫുഡ് കഴിക്കത്തില്ല. അപ്പോൾ ഈ പ്രോട്ടീൻ വേസ്റ്റിംഗ് വരുമ്പോഴത്തേക്ക് അവിടെയാണെങ്കിൽ നല്ല ഡയറ്ററി സപ്പോർട്ട് കൊടുക്കും. ഡയറ്റീഷ്യൻ സപ്പോർട്ടുണ്ട്, ഇഷ്ടംപോലെ സപ്ലിമെൻ്ററി ഡയറ്റും സപ്ലിമെൻ്ററി ഫുഡും എല്ലാം അവൈലബിൾ ആണ്. അതെല്ലാം ഫ്രീ ആയിട്ട് പേഷ്യന് കൊടുക്കും. അതുപോലെ തന്നെ പേഷ്യന് ന്യൂട്രോപ്പീനിയ സപ്പോർട്ട് അത് ഇവിടെ ഇല്ല. ഇവിടെ ന്യൂട്രോപ്പീനിയസ് ഇവിടെ കീമോ കൊടുത്തങ്ങ് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ന്യൂട്രോപ്പീനിയ അടിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റും പോകും, വൈറ്റ് സെല്ലും എല്ലാം പണ്ടറടിച്ച എല്ലാം ഒടിഞ്ഞ് താഴോട്ട് പോകും. അങ്ങനെ താഴോട്ട് പോകുമ്പോൾ ഇവർക്ക് പനി പിടിക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് വെച്ചാൽ ഒരു പനി പിടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പേഷ്യനെ തിരിച്ച് കോൾ ബാക്ക് ചെയ്തിട്ട് അവരൊക്കെ ഫെബ്രൽ ന്യൂട്രോപ്പീനിയ പ്രോട്ടോക്കോളിലിട്ട് ആൻറ്റിബയോട്ടിക് എംപിരിക്കലായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ അങ്ങനെ സിസ്റ്റം ഒന്നുമില്ല. ഇവർ പനി പിടിച്ച് പണ്ടാറടങ്ങിയതിന് ശേഷമാണ് ഇവർ ചിലപ്പം അറിയുന്നത്. എന്നിട്ട് ഈ സാറന്മാർ മുകളിലേക്ക് വിളിക്കും, ബെഡുണ്ടോ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബെഡും ഇല്ല. അപ്പോൾ അവർ പിന്നെ എടുത്തിട്ട് പിന്നെ ഇഞ്ചക്ഷൻ കൊടുക്കേണ്ട പേഷ്യനെ പോലും അവർ പിന്നെ ഓറൽ ആൻറ്റിബയോട്ടിക് ഇട്ടൊക്കെ വിടും. വലിയ ഒരു തിരക്കിൻ്റെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ 2 സപ്പോർട്ടില്ല. അവിടെ ഇതെല്ലാം നേഴ്സുമാരാണ് ചെയ്യുന്നത്, അതായത് നേഴ്സ് പ്രാക്ടീഷണേഴ്സ് എന്ന് പറയും. നേഴ്സ് പ്രാക്ടീഷണേഴ്സ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് അഡ്വാൻസ് നേഴ്സ് പ്രാക്ടീഷണർ ANB എന്ന് പറഞ്ഞ ആളുണ്ട്. നേഴ്സ് ഡോക്ടർമാർ അവരാണ് ഈ ഡയറ്ററി സപ്പോർട്ടിൻ്റെയൊക്കെ ലീഡ്. അതുപോലെ ന്യൂട്രീഷണൽ സപ്പോർട്ട്, അതുപോലെ തന്നെ പേഷ്യൻ്റെ ഹോം മാനേജ്മെൻറ്റ്, അതായത് ഹോമിൽ നിന്നുള്ള കോൾ ബാക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ മാനേജ്മെൻറ്റ് എല്ലാം ചെയ്യുന്ന അവിടെയാണ്. ഇപ്പോൾ അങ്ങനെ RCCയിലുണ്ടെന്ന് ഞാൻ 2000 കാലങ്ങളിലുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവർ പെട്ടെന്ന് ഈ ജയേന്ദ്രൻ സിക്കായി അത് കഴിഞ്ഞിട്ട് ന്യൂമോണിയ അടിച്ചു. പിന്നെ അത് കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് അവസാനം ഈ ന്യൂമോണിയ മൂത്ത് അവന് ഒരു ന്യൂമോതൊറാക്സ് അടിച്ചു.
പിന്നെ ഒരു ICD ഇട്ടു. അപ്പോൾ ICD ഇട്ട് കൂടിയും കുറഞ്ഞുമായിട്ട് ഇങ്ങനെ കിടക്കുക അവിടെ. അവൻ എനിക്ക് തോന്നുന്ന ഒരു പല പ്രാവശ്യം വന്നും പോയി ചെസ്റ്റ് ഇൻഫെക്ഷൻ, ന്യൂമോണിയയും ഇടയ്ക്ക് കീമോയും ഒക്കെ ആയിട്ട് കിടന്നു. അങ്ങനെയൊക്കെ കിടന്നിട്ട് അവസാനം ഇവൻ ന്യൂമോണിയ ഒക്കെ അടിച്ചിട്ട് എനിക്ക് ഒരു അവസ്ഥയായി കേട്ടോ. അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വന്ന് കരയും. കാരണം അപ്പോഴത്തേക്ക് ഭാര്യ ഗർഭിണിയാണ്, പൂർണ്ണ ഗർഭിണിയാണ്. ഭാര്യ കണ്ണൂരാ, ഭാര്യയെ ഒന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവനൊരു കോൺട്രാക്ടറാണ്. അപ്പോൾ അവന് അത്യാവശ്യം പണിയൊക്കെ നടത്തി അത്യാവശ്യം സെറ്റപ്പ് ടീമായിരുന്നു. ഈ സാമ്പത്തികമായിട്ടെല്ലാം തകർന്ന് താമസിക്കാനും സ്ഥലമില്ല, കൂടെ ഒരു ബന്ധു മാത്രമുണ്ട്. അങ്ങനെ ബ്ലഡും ഇല്ല, വൈറ്റ് സെല്ലും ഇല്ല, മറ്റേ ന്യൂപ്പോജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വൈറ്റ് സെല്ല് കൂട്ടാൻ വേണ്ടിയുള്ള ഇഞ്ചക്ഷൻ ഉണ്ട്, അതൊന്നും ഇല്ല. പൈസ എല്ലാം തീർന്ന് എല്ലാം നശിച്ച് നാറാണക്കൽ വിട്ടിരിക്കുക. അപ്പം അങ്ങനെ ബ്ലഡും ഒക്കെ തപ്പി നടക്കുക, അങ്ങനെയുള്ള അവസ്ഥയായി. അപ്പം ഈ പുള്ളിക്ക് ഒരു സിക്കായി. അപ്പം എൻ്റെ അടുത്ത് ഒരു ദിവസം ജയേന്ദ്രൻ പറഞ്ഞു, ഭാര്യ പ്രസവിച്ചു, ഒരു കൊച്ചു കുഞ്ഞുണ്ട്, ഒരു ബേബിയാണ്. അപ്പം ജയേന്ദ്രൻ പറഞ്ഞു, എൻ്റെ പൊന്ന് ബ്രദറെ, അത് ബ്രദറെ തന്നെ വിളിക്കുന്നത്, എൻ്റെ പൊന്ന് ബ്രദറെ, എനിക്ക് എൻ്റെ കൊച്ചിനെ ഒന്ന് കണ്ട് മരിക്കണമെന്നുണ്ട്. അപ്പം ഇങ്ങനെ വലിച്ച് ശ്വാസം മുട്ടി കിടക്കുക, ജനറൽ വാർഡിലെ എമർജൻസി ബെഡിൽ കിടക്കുക. അപ്പം ഞാൻ എല്ലാ ദിവസവും ഞാൻ ഇവരുമായിട്ടൊക്കെ ഒന്ന് കൂട്ടായിരുന്നു. കാരണം ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നു, ഫാമിലി ഒന്നും എൻ്റെ കൂടെ ഇല്ലായിരുന്നുകൊണ്ട് എനിക്ക് ഇഷ്ടംപോലെ സമയമുള്ളതുകൊണ്ട് ഇവരുമായിട്ടെല്ലാം ഒന്ന് ഭയങ്കര കൂട്ടായിരുന്നു. ഇപ്പോൾ വന്നും പോയി ഇരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അടുത്ത് പറഞ്ഞപ്പോൾ അന്ന് ഞാൻ ഡോക്ടർ ശ്രീസാ ഈ പേഷ്യൻ്റ് നോക്കുന്നു. ഞാൻ ശ്രീസാന്ന് പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ, ഇന്ന് ശ്രീസാർ ഇവിടെ ഉണ്ടെന്ന് എൻ്റെ വിശ്വാസം. അന്നും പുള്ളി എൻ്റെ അടുത്ത ഫ്രണ്ടായിരുന്നു, ഇപ്പോഴും അതെ, എൻ്റെ മെൻറ്ററും ഡയറക്ടറും. എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വളരെ നോബിളസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് പുള്ളി, ഒത്തിരി മനുഷ്യപ്പെട്ടുള്ള ഡോക്ടറാണ്. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ സാറുമായിട്ട് ഭയങ്കര കൂട്ടാം. അപ്പം ഞാൻ സാറ് പറഞ്ഞു, എൻ്റെ പൊന്ന് സാറ് ഈ പുള്ളിക്ക് ഇങ്ങനെ വൈഫിനെ കാണണമെന്നാണ് ഒരു ആഗ്രഹം. അപ്പം അത് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ഈ ICD ഊരണം, ICD ബബിൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ICD ലീക്കിംഗ് എന്ന് പറഞ്ഞാൽ എയർ ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സർജനെ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ സർജൻസ് ഒരു ടീമുണ്ട് അവിടെ. അപ്പോൾ അവരിവിടെ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇതിപ്പോൾ ഊരാൻ പറ്റില്ല, ഊരിട്ടുണ്ടെങ്കിൽ ചത്തു പോകുന്നു പറഞ്ഞു. കാരണം ICD ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ബബിളിങ്ങാണ്. അപ്പോൾ ഒരു പ്രത്യേക സിറ്റുവേഷൻ. അപ്പോൾ സാറ് പറഞ്ഞു, ഇനിയിപ്പോൾ എങ്ങനെ ഇവനെ കൊണ്ട് വിടും, ഇനിയിപ്പോൾ എങ്ങനെയില്ല. അപ്പോൾ അതൊന്നും പറഞ്ഞു, എൻ്റെ പൊന്നെ സാറേ, എനിക്ക് കൊച്ചിനെ ഒന്ന് കണ്ട് മരിക്കണം എന്ന് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. കാരണം ഇവൻ്റെ കാര്യം ഇനിയെല്ലാം പോയി, ഇവനെല്ലാം കംപ്ലീറ്റ് തീർന്നു, ഇവൻ്റെ കംപ്ലീറ്റ് റിലേ പഠിച്ച് പോയിരിക്കുകയാണ്. ഒന്നും ചെയ്യാനില്ല, അത്രയ്ക്ക് സിക്കായിരിക്കുക, വലിച്ചാൽ കിടക്കും ഓക്സിജനിൽ. അപ്പോൾ സാറ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാൻ, ഒരു ബ്ലിയോ മേടിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ബ്ലിയോ മേടിപ്പിച്ചിട്ട് ഒരു ബ്ലിയോമൈസിൻ ഇതിൻ്റെ അകത്തേക്ക് ട്യൂബ് വഴി അങ്ങ് ഇൻസ്റ്റൽ ചെയ്തിട്ട് ക്ലാമ്പ് ചെയ്ത് ഒരു 4 മണിക്കൂർ ക്ലാമ്പ് ചെയ്ത് വെച്ച് അടച്ചു. അത് കഴിഞ്ഞ് തുറന്നു വിട്ട് കഴിഞ്ഞിട്ട് പിറ്റേ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ ബബിളിങ് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. സാറ് തന്നെ ഇത് വലിച്ചു പോയി അടച്ചു കെട്ടി പറഞ്ഞു, നേരെ പൊക്കോളാൻ പറഞ്ഞു. അവൻ പോയി അവിടെ ചെന്ന് അവൻ്റെ ഭാര്യയെയും കൊച്ചിനെയും കണ്ടു. 2 ദിവസം കഴിഞ്ഞ് മരിച്ചു. സത്യം പറഞ്ഞാൽ എന്നെ ഒത്തിരി ഹാർട്ട് ബ്രേക്കിംഗ് ആണ്. RCC ഞാൻ വർക്ക് ചെയ്യുന്ന ഒത്തിരി ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഇവൻറ്റ്സ് വന്നിട്ടുള്ള ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ജയേന്ദ്രൻ്റെ സ്റ്റോറി എന്നെ ഒത്തിരി പിടിച്ചൊലച്ച ഒരു സംഭവമാണ്. കാരണം ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമുക്ക് കുറേ കൂടെ നമുക്ക് ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, കാരണം ഇതിനിപ്പോൾ സപ്പോർട്ടീവ് മെക്കാനിസം കുറച്ചൊരു ബെറ്റർ ആക്കുവാണെങ്കിൽ, അതൊക്കെ ഈ നഴ്സ് നഴ്സസിനെയും കൂടെ കുറച്ച് ഇൻവോൾവ് ആക്കിയിട്ട് ഈ നഴ്സസിനെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ ഒരു സ്ഥലത്ത് തന്നെ വെച്ചിട്ട് അവരെ പഠിപ്പിച്ചെടുത്ത് ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇതുപോലുള്ള ഹോം സപ്പോർട്ട്, കോൾ ബാക്ക്, അതുപോലെ ന്യൂട്രീഷൻ സപ്പോർട്ട്, ഡയറ്ററി സപ്പോർട്ട്, ഫിസിയോതെറാപ്പി സപ്പോർട്ട്, ഇതെല്ലാം, അതുപോലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സപ്പോർട്ട് എല്ലാം ഈ ANPമാരാണ് മെഡിസിൻ കൊടുക്കുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും എഴുതുന്നതും കൊടുക്കുന്നതും എല്ലാം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതെല്ലാം നഴ്സ് പ്രാക്ടീഷണേഴ്സ് അവരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഈ ഡയറ്റീഷ്യനെ കൺട്രോൾ ചെയ്യുക എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവർക്കെല്ലാം അഡ്വൈസ് കൊടുക്കാനും മോണിറ്റർ ചെയ്യാനും എല്ലാം പറ്റും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നാർസിസിക്ക് സത്യം പറഞ്ഞാൽ ഓട്ടോണമസ് ബോഡി ആയതുകൊണ്ട് അവർക്കത് ചെയ്യേണ്ടതാണ്. പക്ഷെ അവരിപ്പോൾ അത് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അന്നത്തെ കാലത്ത് 2000 കാലങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഒരു ജയേന്ദ്രൻ, എനിക്ക് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള സ്റ്റോറി. ജയേന്ദ്രൻ അവസാനം ഞാൻ അറിഞ്ഞ് ജയേന്ദ്രൻ മരിച്ചെന്ന് പറഞ്ഞ് ജയേന്ദ്രൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അജിനസിൻ്റെ ഫാദറിനോട് പറഞ്ഞു, വീട്ടിൽ ചെന്നിട്ട് കൊച്ചിനെ കണ്ടിട്ടാണ് മരിച്ചതെന്ന് പറഞ്ഞു. അവർ കണ്ണൂരുകാരാണ്. അപ്പം അതൊരു സാഡ് സ്റ്റോറി ആയിരുന്നു, ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഒത്തിരി ഹാർട്ട് ബ്രേക്കിംഗ് സ്റ്റോറീസ് ഉണ്ട്. അതുപോലെ ഒരു ഭീകരമായ സ്റ്റോറിയായി ജയേന്ദ്രൻ്റെ സ്റ്റോറി. ജയേന്ദ്രൻ എൻ്റെ അടുത്ത് അവസാനം കരയുന്ന ഞാൻ ഓർക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും എനിക്ക് കൊച്ചിനെ ഒന്ന് കാണണം, കൊച്ചിനെ ഒന്ന് മോൻ കണ്ടിട്ട് മരിക്കണം, എൻ്റെ പൊന്നും ബ്രദറെ, എനിക്ക് കൊച്ചിനെ കണ്ട് മരിച്ചാൽ മതി, കൊച്ചിനെ കണ്ട് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് എൻ്റെ കയ്യെ പിടിച്ച് കരയുമായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് സാറിന് പറഞ്ഞു, സാറ് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വിട്ട് പുള്ളി കൊച്ചിനെ കണ്ടു മരിച്ചു. അങ്ങനെ ഒരു ജന്മം സാർത്ഥകമായി. ഇതാണ് എൻ്റെ ജയേന്ദ്രൻ്റെ സ്റ്റോറി. അപ്പോൾ ഇതുപോലെ വേറൊരു സ്റ്റോറിയായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. താങ്ക് യു.